ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളെ മുഖത്തുള്ള കറുത്ത പാടുകളും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല ഈവൺ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉണ്ടാവാനും അതുപോലെ തന്നെ നിങ്ങളെ ചെറുപ്പം നിലനിർത്താനെല്ലാം സഹായിക്കുന്ന ഒരു സെറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് കേട്ടോ. ഒരു ക്യാരറ്റ് ഇതേപോലെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ക്യാരറ്റ് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ നീര് നന്നായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് നന്നായി അടിഞ്ഞ് കിട്ടണം. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ചെറിയ പീസസ് ആയിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. എല്ലാവരുടെ അടുത്തും സ്ക്രാപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അതിനുശേഷം റോസ് വാട്ടർ ഇട്ടിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. റോസ് വാട്ടർ ഉണ്ടെങ്കിലാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും, അത് ഞാൻ പ്രത്യേകം പറയാം. ഇനി നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് അടിച്ചെടുക്കാം. നല്ല വെള്ളം എടുക്കണം, ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ നീര് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുക എന്നാണെങ്കിൽ നമ്മൾ റോസ് വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് നീര് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ എക്സാക്റ്റ് നീര് നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഇല്ല, ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ എന്ന് പറഞ്ഞത് ചോളത്തിൻ്റെ പൊടിയാണ്. ഈ ചോളം പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു സാധനമാണ്. ഒരു ടേബിൾ സ്പൂണുള്ള ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അത് ഒഴിക്കുക. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം അങ്ങനെ ഇതാക്കുകയും ചെയ്യേണ്ട. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതൊന്ന് ഇതേപോലെ ഒന്നാകുന്ന സമയത്ത് നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആൽമണ്ട് ഓയിൽ ഒഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്നത് ആൽമണ്ട് ഓയിലാണ്, അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് കുരു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുക, പക്ഷേ ഓയിലി സ്കിന്നുകാർ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെ സെറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4-5 ദിവസം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ മുഖത്തേക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് രാവിലെ സാധാരണ കഴുകുന്ന പോലെ കഴുകിയാൽ മതി. ഇങ്ങനെ ഡെയിലി ചെയ്യാനാണെങ്കിൽ മുഖത്തെ നിറം നന്നായിട്ട് വർദ്ധിക്കാനും നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു സെറാണ്. ക്യാരറ്റിൻ്റെ ഒരു ബ്യൂട്ടി ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.